എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജേഷ്. നാച്ചേഴ്സ് കിച്ചൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുട്ടുവെള്ളരിയുടെ വിശേഷങ്ങളാണ്. ഇത് നമ്മുടെ മാളയിലെ നമ്മുടെ ഫാമാണ്. അപ്പോൾ പുട്ടുവെള്ളരിയുടെ വിശേഷങ്ങളിൽ നമുക്ക് ഇന്ന് തുടങ്ങാം. ഇതാണ് ഒരു പുട്ടുവെള്ളരി. പുട്ടുവെള്ളരി എന്ന് വെച്ചാൽ എല്ലാ നമ്മുടെ കേരളത്തിലായ പോലും എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. പുട്ടുവെള്ളരി എന്ന് വെച്ചാൽ ഇതേമാതിരി സാധനം പൊട്ടണം. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുരുകളുണ്ട്. കുരുകൾ മാറ്റി ഈ തൊലി മാറ്റി കഴിഞ്ഞ് വെറുതെ പഞ്ചസാര ഇട്ട് ജസ്റ്റ് തണുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ശരീരത്തിന്. നല്ല തണവുള്ള, ഏറ്റവും ചൂടിലുണ്ടാവോ ഏറ്റവും നല്ല തണവുള്ള നമ്മുടെ ശരീരത്തിന് ഏറ്റവും തണവ് തരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് പുട്ടുവെള്ളരി. ഇതിലിപ്പോൾ ഏകദേശം ഒരു 3000 കിലോ പുട്ടുവെള്ളരി നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞു. ഇത് ഏകദേശം ഒരു 25 സെൻറ്റ് സ്ഥലമാണ് ഉണ്ടാവുക. ഒരു 1500 കട നമ്മൾ ഇതിലിട്ടുണ്ട്. ഇതിൽ തൈകൾ നമ്മൾ വെച്ചിരുന്നു. ഈ പുട്ടുവെള്ളരി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന, ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പുട്ടുവെള്ളരി. പിന്നെ അതിൻ്റെ ഏറ്റവും ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ദിവസം മതി. വെറും 45 ദിവസം. സാധാരണ രീതിയിൽ മറ്റുള്ള പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ദിവസം കൊണ്ട് പൂവാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത 45 ദിവസം കൊണ്ട് നമുക്ക് കായ പൊട്ടിക്കാം. നമുക്ക് കൃഷിക്കാരെ സംബന്ധിച്ചിട്ട് ഏകദേശം നമുക്കൊരു 30 രൂപ റേഞ്ചിലാണ് നമുക്കൊരു കിലോന് നമുക്ക് കിട്ടും. ഇത്രയും ഒരു കുറഞ്ഞ അളവിൽ, കുറഞ്ഞ ഏരിയയിൽ നമുക്ക് ഇത്രയും നമുക്ക് കിട്ടണ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഉള്ള സാധനം പുട്ടുവെള്ളരിയാണ്. ഏകദേശം ഒരു 55-60 ദിവസമായ 60 ദിവസത്തിൻ്റെ അടുത്തായിട്ടുള്ള ഫീൽഡാണിത്. പക്ഷെ നമ്മൾ തൊട്ട് നോക്കിക്കോ, ഇത് 25 ദിവസമായിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു ഫീൽഡ്. ഇതിൽ നമ്മൾ കായകൾ ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് നമുക്ക് കായകൾ പൊട്ടിക്കാറാവും. ഇതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ, കായകളുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയായി കായ. ഇനി 15 ദിവസം കൊണ്ട് ഈ കായ ഏകദേശം ഒരു 2.5-3 കിലോൻ്റെ അടുത്ത് എങ്കിലും ആവറേജ് വരും. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നമ്മൾക്ക് നോക്കി നിൽക്കൽ വലുതാവെന്ന് അറിയില്ലേ, അത്രയ്ക്കും അഭൂതപൂർവമായ വളർച്ചയാണ് ഈ പുട്ടുവെള്ളരിനെ സംബന്ധിച്ചിട്ട്. ഇത് നമ്മളെ അടുത്ത ഫീൽഡിലാണ് പുട്ടുവെള്ളരിയുടെ തന്നെ. ഇത് 15 ദിവസമായിട്ടുള്ള നമ്മൾ ഇതിൻ്റെ വിത്തിട്ടിട്ട് ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇപ്പം നമുക്ക് നിൽക്കുന്നത് കണ്ട. ഇതിൽ ഇപ്പോഴേ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 ദിവസത്തിനുള്ളിൽ കണ്ട ഇതിലുള്ള പൂവ്, ഇതേ കായും പൂവും അങ്ങനെ ഉണ്ട. നമ്മളുടെ നേരത്തെ പൊട്ടിച്ച പുട്ടുവെള്ളരിയാണിത്. ഇതിപ്പോൾ നമ്മൾ പ്ലേറ്റ് വയ്ക്കുമ്പോഴേക്കും ആകെ പൊട്ടി ഇതായി. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കാന്ന് നോക്കാം. ഇത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കിട്ടും. ഇത് ഈ തൊലിയൊന്ന് വെറുതെ കളഞ്ഞാൽ മതി. നമുക്ക് ഉരിച്ച് കൈ കൊണ്ട് തന്നെ കളയാം. അങ്ങനെ കത്തി കൊണ്ട് വെറുതെ ഒന്ന് കളഞ്ഞാൽ മതി. ഇതിലിങ്ങനെ കുരു ഉണ്ടാവും. ഈ കുരുവിൻ്റെ ഭാഗം സാധാരണ ചിലവരൊക്കെ എടുക്കും. ഇതിനൊരു പുളിരസം ഉണ്ടാവും. അപ്പോൾ ഈ ജ്യൂസിൽ പുളിരസം ഇഷ്ടമുള്ളവർ ഇത് നമുക്ക് ഈ കുരു കളഞ്ഞ് അരിപ്പയിലിട്ട് അരിച്ച് നമുക്ക് ഈ ജ്യൂസ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ കുരു മാറ്റിയിട്ട് ഈ ബാക്കിയുള്ള പൾപ്പ് മാത്രം എടുക്കാം. ക്ലീൻ ചെയ്തെടുത്ത പുട്ടുവെള്ളരിയാണ് ഇത്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ മിക്സിയിലൊന്നും ഇട്ട് അടിക്കണ്ട. ഇത് നമ്മൾ ഇങ്ങനെ വെറുതെ ഉടച്ചെടുത്താൽ മതി. അതാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുക. ഇന്ന് നമുക്കിത് 2 രീതിയിൽ ജ്യൂസ് അടിക്കാം. അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് പഞ്ചസാരയും പലണ്ടി വെറുതെ ഒന്ന് പൊടിച്ച് എടുത്തതാണ്, ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ടുള്ളൂ. ഇതൊന്നും കൂടി നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്കിതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഈ പഞ്ചസാര അലിയുമ്പോൾ തന്നെ ഇതിൽ ജ്യൂസിനുള്ള വെള്ളമായി വരും. നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇത് ഇരിക്കും തോറും ഇതിൽ വെള്ളം കൂടി. ഇനി നമ്മൾ രണ്ടാമത്തെ ഇതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് ശർക്കരയുടെ പൊടിയാണ്. ഈ ശർക്കരപ്പൊടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ശർക്കരപ്പൊടി നമുക്ക് നോർത്തിൽ നിന്ന് വന്നതാണ്. ഇത് MP മധ്യപ്രദേശിൽ നിന്ന് നമ്മൾ ഓർഗാനിക്കലി നമ്മൾ ചെയ്ത് എടുക്കണ ശർക്കരയാണ്. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് തേങ്ങ ചെരുകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചിലവർ തേങ്ങ ഇങ്ങനെ ചിരണ്ടി ഇടും. മറ്റു ചിലർ ഈ തേങ്ങയുടെ പാലൊഴിക്കിട്ടാ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. പാലൊഴിച്ചിട്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ നമുക്ക് ഇതിൽ എന്ത് ആഡ് ചെയ്താലും അതിൻ്റെ ടേസ്റ്റാണ് കിട്ടും.
അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ല. ഇതിൽ നമുക്ക് ഇത് കസ്നൻഡ് ആഡ് ചെയ്യാം, അതേമാതിരി ഈ കിസ്മിസ് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെപ്പോഴും തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും ഈ ജ്യൂസിന് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പം ഞാനിതിൽ കുറച്ച് ഇങ്ങനെ 2 ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കും. ഇത് നമ്മൾ കപ്പലണ്ടിയും പഞ്ചസാരയും കൂടി ഇട്ട് വെച്ച ജ്യൂസാണ്. നമ്മുടെ ജ്യൂസ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നേരം ഞാൻ ഡെയിലി കുടിക്കുന്ന സാധനമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് നമ്മളെ കൂളാക്കുന്ന സാധനമാണ് ഇത്. നമ്മുടെ പഞ്ചസാരയും അതേമാതിരി കപ്പലണ്ടിയും കൂടിയും ആഡ് ചെയ്ത ജ്യൂസാണ്. സാധാരണ നമുക്ക് ഇതിൻ്റെ കടകളുണ്ട്, ജ്യൂസ് കിട്ടുന്ന കടകളുണ്ട്. കൊടുങ്ങല്ലൂർ സൈഡിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ ഒരുപാട് കടകളുണ്ടാവും. കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളം വരെ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ സാധാരണ ഇതിൽ ഈ രീതിയിലാണ് സാധാരണ ഇതിൽ ഈ പഞ്ചസാരയും കപ്പലിൻ്റെ കിട്ടുക ഒരു ജ്യൂസാണ് നമുക്ക് സാധാരണ ഇതിൽ കിട്ടുക. വീടുകളിലാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ ശർക്കരയും അതേമാതിരി കപ്പലണ്ടിയും തേങ്ങാപ്പാലും ഇതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ വീടുകളിൽ ഉണ്ടാകുന്നതാണ്.